ഇനി അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ഷെയ്ഖ് ഹോമുദ് മുബാറക്കും കുവൈത്തിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈക്കിയുമായി കൂടിക്കാഴ്ച നടത്തി. സിവിൽ ഏവിയേഷൻ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ചർച്ചയായി. നേപ്പാളിൽ രാജ്യവ്യാപകമായി ഉണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് കാഠ്മണ്ഡു താഴ്വരയിലും മറ്റ് പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂ പിൻവലിച്ചു. നിയമലംഘകരെ കണ്ടെത്താനായി കുവൈത്തിൽ നടത്തിയ പരിശോധനയിൽ 269 പേർ അറസ്റ്റിലായി. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ പ്രാദേശിക കമാൻഡർമാരും വിവിധ വകുപ്പുകളും ചേർന്നാണ് പരിശോധന നടത്തിയത്. ലണ്ടനിൽ തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ സംഘടിപ്പിച്ച യുണൈറ്റ് ദ കിങ്ഡം റാലിയിൽ 1,50,000 വരെ പേർ പങ്കെടുത്തു. കുപ്പികളും മറ്റ് പ്രൊജക്ടൈലുകളും എറിഞ്ഞതിനെ തുടർന്ന് ചില ഗ്രൂപ്പുകളും ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടായി. 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ. കൊളംബിയയിലെ പോൺ താരം എസ്പെറാൻസ ഗോമസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് മെറ്റ ഡിലീറ്റ് ചെയ്ത നടപടിക്കെതിരെ കോടതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ലംഘിച്ചുവെന്ന കോടതിയുടെ കണ്ടെത്തൽ. നഗ്നത സംബന്ധിച്ച് തങ്ങളുടെ നിയമങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു അക്കൌണ്ട് ഡിലീറ്റ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.